നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റി, ഇന്നിനി സൂര്യ വരുമെന്ന് തോന്നുന്നില്ല. വരണ്ട, അവൻ ഇനി അച്ഛൻ വീട്ടിൽ തന്നെ പൂർത്തി ആയിക്കോട്ടെ. അല്ലെങ്കിലും ഭാവനയുടെ വാലെ തൂങ്ങി നടക്കാനാണല്ലോ പണ്ടേ അവൻ ഇഷ്ടം. നമ്മളവിടുന്ന് ഒരു വാക്ക് പോലും പറയാതെ സൂര്യ മാത്രം വിളിച്ചു വരുത്തി ആഘോഷിക്കാൻ അവൾക്ക് അറിയാമെങ്കിൽ അവനെ അവിടെ പിടിച്ചു നിർത്താൻ അവൾക്ക് പറ്റും. ആന്റി, ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. സൂര്യ വരുമ്പോ വരട്ടെ. അങ്ങനെ ഇപ്പൊ പറ്റില്ല. ഈ രാത്രി അവൻ ഇവിടെ വരണം, അല്ലെങ്കിൽ ഞാൻ അവനെ വരുത്തും. ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഇവിടേക്ക് വരാതെ അവിടേക്ക് പോയപ്പോഴേ ഞാൻ ഓർത്തതാ അവൻ ഇനി അവിടെ തന്നെ ആയിരിക്കുമെന്ന്. ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ആന്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് വരേണ്ട ഭാവനയും ആന്റി അവിടേക്ക് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ ഞാനല്ലേ. അതെങ്ങനെ നീയാവും? അതാ ഗായത്രിയുടെ വാശിയായിരുന്നു. വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ അച്ഛനും അമ്മയും കൂടി ഭാവനയെ അപായപ്പെടുത്തിയതുകൊണ്ടല്ലേ ഭാവന ഇങ്ങോട്ട് അയക്കാഞ്ഞത്. അവരുടെ സ്ഥാനത്ത് ആന്റി ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും. പോരാത്തനും ഇവിടെ ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അതിന് ഭാവനയോട് ഇവിടെ വരണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. സൂര്യ ഇനി ആവശ്യമില്ലാതെ അവിടെ പോയി നിൽക്കാൻ പാടില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആന്റി, ഇപ്പൊ തന്നെ സൂര്യ ഒന്ന് വിളിക്ക്. എന്താ പറയുന്നെന്ന് അറിയാലോ. എന്താ അമ്മേ? ആ, അപ്പൊ നിനക്ക് അമ്മയെ ഓർമ്മയുണ്ട് അല്ലേ? എടാ, നീ എന്താ വരാൻ താമസിക്കുന്നേ? ഒന്ന് വേഗം വരാൻ നോക്ക്. ഇന്നിനി ഞാൻ വരുന്നില്ല. ഇത് പറയാനായിട്ട് ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അതെന്താ നീ വരാത്തെ? അല്ലമ്മേ, ഞാൻ വന്നത് എന്റെ ഭാര്യ വീട്ടിലാ. ഇന്നിവിടെ കുടുംബക്കാരെല്ലാരും ഉണ്ട്. നാളെ ഞാൻ വന്നോളാം. എടാ, നിനക്ക് നാണില്ലേടാ അച്ഛൻ വീട്ടിൽ പോയി കാവലിരിക്കാൻ? അതെന്താ അമ്മ, ഞാൻ ഇവിടെ തങ്ങുന്നതിൽ എന്താ തെറ്റ്? തെറ്റ് ശരി ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരണോ? സൂര്യ, അറിയാലോ, ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണ് ഈ വീട്ടിലുള്ളതാ. രാത്രി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ നീ ഈ വീട്ടിൽ വേണം. സോറി അമ്മ, ഇന്നിനി ഞാൻ അങ്ങോട്ടേക്കില്ല. നാളത്തെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ വെറുതെ കാത്തിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ടേക്കില്ല. അതിനെ BP കൂട്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഫോൺ വെക്കുക. ശരി. ഇപ്പോഴേ അവൻ അവളെ മാറ്റിയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ വിളിച്ച ഓടി എത്തുന്നവനവൻ. ആന്റി, സൂര്യ എന്താ പറഞ്ഞ? ഇന്ന് വരുന്നില്ലെന്ന്, നാളെ ആലോചിച്ചിട്ട് വരാന്ന്. അങ്ങനെ ഞാൻ അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവൾ അങ്ങോട്ട് പോയി, നമുക്ക് ഇങ്ങോട്ട് പോകാം. നിങ്ങളുടെ സംസാരമൊക്കെ ഞങ്ങൾ കേട്ടു അല്ലേ? നീ ഇങ്ങനെ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെയും പേര് നടന്നു. അവിടെ അവരെ സ്വന്തം കുഞ്ഞിനെ കിട്ടിയതിന്റെ ആഘോഷത്തിലാ. എടി, വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. ബുദ്ധിയും കൂടെ വേണം. അമ്മയുടെ അച്ഛന്റെ ബുദ്ധിയല്ലേ. തൽക്കാലം എനിക്ക് ബുദ്ധി വേണ്ട. എടി മോളെ, നിന്റെ ആന്റി ഒരിക്കലും ഞങ്ങളെ ഇവിടെ കേട്ടില്ല എന്ന് വാശി പിടിച്ചവളാ. ആ ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റിയെങ്കിലേ നീ വിചാരിച്ചാലും പലതും ഇവിടെ നടക്കും. ആ, അത് അച്ഛന്റെ വെറും തോന്നല. ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്നെ കൂട്ടുപിടിക്കാൻ ആരും വിചാരിക്കണ്ട. നമ്മൾ എന്തിനാണ് ഈ വീട്ടിൽ വന്നതെന്ന് നീ മറക്കാതിരുന്നാൽ നിനക്ക് തന്നെ കൊള്ളാം കേട്ടോ.
എടി വെറുതെ ഇരുന്ന് ഞങ്ങളെ ഓരോന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്നത് നീയും ജയം കൂടെ ആണെന്നുള്ള കാര്യം മറക്കണ്ട. എന്താച്ചാ പഴയ കാര്യങ്ങൾ പറഞ്ഞും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്നാണോ? അങ്ങനെയുള്ള ചിന്തയൊന്നും ഇനി വേണ്ട. അന്നത്തെ മനസ്സേ അല്ല ഞാനിന്ന്. ഓഹോ, നിന്നെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം മോളെ. നിന്റെ ആന്റിയെ മാറ്റാൻ പറ്റുമെങ്കിൽ പിന്നെ നിന്നെ മാറ്റാനാണോ പ്രയാസം? എടി മണ്ടി, നീ പഴയ മാനസല്ലാന്ന് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ നിനക്ക് ആ ബോധമില്ലാത്തത്. ഇന്ന് ഈ കുടുംബത്തിന്റെ അഭിമാനവും നിലനിൽപ്പും നിന്റെ കയ്യിലായിരിക്കുന്നതെന്ന് നീ മറക്കണ്ട. നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അന്ന് ജയനിർമ്മല നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച പോലെ ഇനി നിനക്ക് അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാം. എടി, അതിനുള്ള ആയുധമാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. ഇങ്ങോട്ട് വാങ്ങി. ജയനിർമ്മലെ മാത്രമല്ല, ഈ വീട്ടിലെ ഓരോരുത്തരെയും നിനക്ക് വരച്ച വരെ നിർത്താം. അറിയാവോ? എടി, നിനക്ക് അതിനുള്ള അവകാശമുണ്ട്. എടി, നീ ആലോചിക്ക്. ഇപ്പൊ നിന്റെ മുന്നിലുള്ള ഓരോ നിമിഷത്തിനും എത്രമാത്രം വിലയുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം. ആ മോളെ, മോളൊന്ന് വെറുതെ നിന്നാ മതി. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. മോളെ, മോളെ, എടി, ഇങ്ങോട്ട് കണ്ടോ? നമ്മൾ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അവളെ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം. വാ, വാ. എന്താ, അവനവന്റെ ഭാര്യ വീട്ടിൽ പോയി ഒരു ദിവസം നിൽക്കാനുള്ള അവകാശമില്ലേ? അതോ ആദ്യമായിട്ടാണ് അവൻ അങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ദേവേട്ടിന് മനസ്സിലാവാത്തോണ്ടാ. നിന്നെ എനിക്കറിയാൻ ചെയ്യേ. നീ ഭാവന ഇങ്ങോട്ട് വരാത്തതിലുള്ള ദേഷ്യം തീർക്കല്ലേ? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ. എന്ന് കരുതി അച്ഛൻ വീട്ടിൽ സ്ഥിരമായിട്ട് അന്തി ഉറങ്ങാൻ ഞാൻ അവനെ അനുവദിക്കില്ല. ഇങ്ങനെ നീ വാശി പിടിച്ച ഒരിടത്തും എത്താൻ പോണില്ല ജയ. നിന്റെ മോനിപ്പോ മനസമാധാനം ഈ വീട്ടിലല്ല ഉള്ളത്, ആ വീട്ടിലാ. അതുകൊണ്ടാ അവനവിടെ തന്നെ നിൽക്കുന്നേ. ദേ, ഇപ്പൊ ഓരോന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ മനസമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തന്നെ ആരെ തോപ്പിക്കാനാ നീ ഈ വാശി കാണിക്കുന്നേ? നിന്റെ മോനെ. അവൻ അച്ചി വീട്ടിൽ പോയി കിടക്കുന്നതാണ് നിന്റെ വിഷമങ്ങള്. ഈ ഞാനിപ്പോ ഇവിടെ അല്ലേ കഴിയുന്നേ? എന്റെ അച്ചി വീടല്ലേ ഇത്? ഞാൻ വന്നു കയറി എന്റെ ഭാര്യ വീടത്. അത് നീ മറന്നുപോയോ? നീ ഇങ്ങനെ വാശി പിടിച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും. എന്നാ പിന്നെ മോനോടൊപ്പം ഭാവനയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ല്. ആ, പോവും. മനസമാധാനം കിട്ടണം അവിടെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോവും.